ഗൈസ്, വെൽക്കം ടു happybeadstv. എല്ലാവർക്കും സുഖമല്ല? ഇന്നത്തെ പോലെ ഇനി നമുക്ക് അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐശ്വര്യ റൈഡ് ഒരു ബ്യൂട്ടി സീക്രട്ട് ആണ്. ആഴ്ചയിൽ 2 തവണ ഐശ്വര്യ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ള പലതവണ നിങ്ങൾക്ക് പലർക്കും അറിയേണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ നമുക്കത് കുറച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടത് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി കൂടിയാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിന് പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ടോണറാണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ടോണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കുക്കുംബറാണ്. കുക്കുംബർ ഉപയോഗിച്ച് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ടോണർ ഉപയോഗിക്കാം. ടോണർ എന്തായാലും നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ പോർസ് ഒക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് അതായത് നമുക്ക് ഏജും തോന്നില്ല. നമുക്ക് കുറേ പോർസ് ഒക്കെ ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് ഒക്കെ ഒരുപാട് തോന്നും. ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന നാച്ചുറൽ ആയിട്ട് ടോണറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. കുക്കുംബറാണ് എല്ലാവർക്കും എവിടെയും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ നാട്ടിലുള്ളവരാവട്ടെ അതാ വിദേശത്തുള്ളവരാവട്ടെ ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. നമ്മളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ കൂടിയാണ് കുക്കുംബർ. അപ്പൊ എന്തായാലും നമുക്കിതൊരു ടോണറായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. കുക്കുംബർ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ ഒന്നെങ്കിലും ഉരച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫുള്ള് ജ്യൂസ് കളക്ട് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഉരച്ചെടുത്തിരിക്കണേ. അതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞിട്ട് ഫുള്ള് ജ്യൂസ് ഇതിലേക്ക് എടുക്കുക. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിത് ഫേസിൽ ക്ലെൻസ് ചെയ്തിട്ട് ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നമ്മുടെ ആഗ്നെ സ്കാർസും അതുപോലെ തന്നെ കറുത്ത പാടുകൾ, കണ്ണത്തായുള്ള പാടുകളൊക്കെ മാറും. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നെക്സ്റ്റ് യൂസ് ചെയ്യണത് ഐശ്വര്യ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ്. അത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാം, ഫേസിൽ യൂസ് ചെയ്യാം, ജെൻസിലും ലേഡീസിനും ആർക്കും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ ബേസൻ പൗഡറാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് കടലമാവാണ്. ഒന്നെങ്കിൽ നമുക്കത് പൊടിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ശുദ്ധമായ മിൽക്കാണ്. അതൊരു 2 സ്പൂൺ നമുക്കത് മിക്സ് ചെയ്ത് എടുക്കാൻ ആവശ്യമുള്ളത് അത്ര മതി. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ്. ഞാനിത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമ്മൾ സാധാ മഞ്ഞൾ ഉപയോഗിക്കാവുന്ന പലരും ചോദിക്കാറുണ്ട്. കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് സ്കിന്നിന് ഏറ്റവും നല്ലത്. പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അലോവേര അല്ലെങ്കിൽ ഹണി ഒരു വലിയ സ്പൂൺ ചേർക്കാം, അത് ഓപ്ഷണലാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. അപ്പം ആദ്യമായിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്നും കട്ടില്ലാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 നുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. 1/2 സ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് അലോവേര ജെല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കാം, കൈ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ നാടൻ രീതിയിൽ കൈ ഉപയോഗിച്ചാണ് കാണിച്ചത്. യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് ടോൺ ചെയ്യണം, മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യാനും മറക്കരുത്. ജെൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ടർമറിക്ക് യൂസ് ചെയ്യേണ്ട, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് മാത്രം വാഷ് ചെയ്യുക. അല്ലാത്ത ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ കുറേ കുഞ്ഞു നമ്മുടെ ഹെയർസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ആയി പോയിക്കോളും. ഇരിക്കുന്ന അത്യാവശ്യം നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് ഇട്ടിരിക്കണം. ഈ രീതിയിൽ തന്നെ ഇടുക കേട്ടോ. ഇട്ടിട്ട് കഴിഞ്ഞിട്ട് 20-25 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ സംസാരിക്കരുത്. നന്നായിട്ട് സ്കിൻ ടൈറ്റൻ ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കൊന്നും ചെയ്യരുത്. സ്കിന്നിന് അത്ര നല്ല ഗ്ലോ നൽകുകയും അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല സോഫ്റ്റും ബ്രൈറ്റ് ആയിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു പാക്ക് കൂടിയാണിത്. അപ്പോൾ എന്തായാലും എനിക്കൊരു ചെറിയ ജലദോഷമുണ്ട്, സൗണ്ട് കയറി ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. റിമൂവ് ചെയ്ത് കളയാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ട് ആ ഒരു ഇത് തന്നെ കിട്ടും. നമ്മുടെ ചെറിയ രോമങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് കാണാം, എന്നിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് സ്കിൻ ടൈറ്റൻ ചെയ്യും. ഇതിൻ്റെ നിന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിമൂവ് ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയിട്ട് ഇവിടെയൊക്കെ വീട്ടു കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ നല്ല റിമൂവ് കൈ കൊണ്ട് ഒന്ന് ഓടിച്ചു കൊടുത്തിട്ട് ഇത് വാഷ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ, തണുത്ത വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളയാം. നമ്മളിപ്പോൾ നമ്മളുടെ ഫേസ് പാക്ക് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇത്രമാത്രം എന്താ ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് 2 ആഴ്ചയോളം ഞാൻ ആഴ്ചയിൽ ഒരു തവണ വെച്ച് 2 ആഴ്ച ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ട് റിസൾട്ടാണ്. 100% നിങ്ങൾക്ക് യൂസ്. നിങ്ങളിത് പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ടോണർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫേസ് ഒന്ന് ടോൺ ചെയ്ത് കൊടുക്കുക.
20-25 മിനിറ്റ് നിങ്ങൾ ഫേസിൽ ഒരിക്കലും പാക്ക് വെക്കരുത് കേട്ടോ. അത്ര നല്ലോണം സ്കിൻ ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് 25 മിനിറ്റ് വെക്കരുത്. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ടോൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്നത്. ഈവനിങ് യൂസ് ചെയ്യണ ഏറ്റവും നല്ലത്. ഉറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളുടെ സ്കിൻ അത്ര ഗ്ലോ ആയിട്ടിരിക്കും. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കുമാണ്, അതുപോലെ തന്നെ ഒരു ടോണറുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.